VS-ന് വിട എന്ന വാക്കുകൾ എഴുതിയ ആ ബസ് ഇതാ കടന്നു വരികയാണ്. ആ VS അച്യുതാനന്ദന്റെ അവസാന യാത്ര വലിയ ചുടുകാട്ടിലേക്ക്. അദ്ദേഹം ഈ മണ്ണിൽ നിന്നാണ് ഒരു വലിയ സമര പോരാട്ടങ്ങൾ പലപ്പോഴും നടത്തിയിരിക്കുന്നത്. പുന്നപ്പറയുടെ സമര പോരാളിയാണ് VS അച്യുതാനന്ദൻ. പുന്നപ്പറ സൃഷ്ടിച്ചെടുത്ത വലിയ സമര നായകനാണ് അദ്ദേഹം. സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണിലേക്ക് ഇതാ VS അച്യുതാനന്ദന്റെ അവസാന യാത്ര വലിയ ചുടുകാട്ടിലേക്ക് എത്തുന്നു. ആ വാഹനം കടന്നു പോകുന്നതിന്റെ ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. VS അച്യുതാനന്ദന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും ആയിരക്കണക്കിന് പേർ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്നു എന്നതാണ്. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് ആ വിലാപയാത്ര അവസാനമായി ഇതാ വലിയ ചുടുകാട്ടിലേക്ക് എത്തുന്നത്. കാരണം നേരത്തെ 3 മണിയായിരുന്നു സംസ്കാരം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ആ VS-ന് ആലപ്പുഴയിലെ സ്വന്തം തട്ടകത്തിലേക്ക് എത്താൻ അവരെ തടിച്ചുകൂടിയ 1000 പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതോടെ ആ വിലാപയാത്ര എല്ലാ സമയക്രമങ്ങളും തെറ്റിച്ചാണ് ഇപ്പോൾ ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് എത്തുന്നത്. അവസാന യാത്രയ്ക്കായി VS അച്യുതാനന്ദൻ ഇതാ വലിയ ചുടുകാട്ടിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വലിയ ചുടുകാട്ടിലുണ്ട്. VS-ന്റെ ഭാര്യ വസുമതി വലിയ ചുടുകാട്ടിലുണ്ട്, മക്കളുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഏറ്റവും അടുത്ത ബന്ധുക്കളും പാർട്ടി നേതാക്കളും ഒക്കെ തന്നെയാണ് വലിയ ചുടുകാട്ടിലുള്ളത്. വലിയ ചുടുകാട്ടിൽ എത്ര സമയം ഇനി എടുക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാനെന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. പരമാവധി വേഗത്തിൽ ആ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകുക എന്നത് തന്നെയാണ് ആ പാർട്ടി നേതൃത്വം കരുതുന്നത്. കാരണം വലിയ മഴയാണ്. അതോടൊപ്പം തന്നെ എല്ലാ നിശ്ചയിച്ച സമയക്രമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് ആ വിലാപയാത്ര ഇപ്പോൾ വലിയ ചുടുകാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് ശേഷം അനുശോചന യോഗം അത് നിശ്ചയിച്ചിരുന്നു. അത് നാളത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വൈകി, രാത്രി വൈകി ഇതാ VS അവസാന യാത്രയായി വലിയ ചുടുകാട്ടിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഭാഗം ഉറച്ച കാൽവെപ്പുകളുടെ പലതവണ വന്നിട്ടുണ്ട് വലിയ ചുടുകാടിന്റെ കമാനം കടന്ന VS അച്യുതാനന്ദൻ. അവിടെ ഉറങ്ങുന്നവർ അദ്ദേഹത്തിന്റെ ഹൃദയപക്ഷമാണ്. അവിടെ ഉറങ്ങുന്നവർ അദ്ദേഹത്തിന്റെ കൈപിടിച്ചു നടന്ന സഖാക്കളാണ്. അവിടെ ഉറങ്ങുന്നവർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും ഏറ്റവും തിളക്കമുള്ള താരകങ്ങളാണ്. അവരിൽ ഒരാളായി ഈ രാത്രിയിൽ VS-ഉമുണ്ട്. അദ്ദേഹം ആ ചുടുകാടിന്റെ ഭാഗമാവുകയാണ്. അദ്ദേഹം വലിയ ചുടുകാടിന്റെ ത്യാഗനിർഭരമായ സ്മരണകളുടെ ഭാഗമാവുകയാണ്. VS അതിന്റെ ഭാഗമാണ്. 26 വയസ്സു തികയും മുമ്പ് പുന്നപ്ര വയലാർ സമരത്തിന്റെ തീവ്രതയും കൊടിയ പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും ചരിത്രത്തെയും അതിജീവിച്ച VS അച്യുതാനന്ദൻ ഒടുവിൽ ആ മണ്ണിലേക്കു തന്നെ. മധു, VS അച്യുതാനന്ദൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സ്വന്തം കൂട്ടുകാർ, ഒരുമിച്ച് നടന്നവർ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നടന്ന സഖാക്കളുടെ അടുത്തേക്ക് മടങ്ങുകയാണ്. ഒരു ഘട്ടത്തിൽ, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ, രാഷ്ട്രീയത്തിന്റെ ഒരു ഘട്ടത്തിൽ രണ്ടായി വഴിപിരിഞ്ഞവരുണ്ട്. CPI പാർട്ടിയിലേക്ക് പോയവരുണ്ട്. അവരടക്കമുള്ളവരുടെ അടുത്തേക്ക് VS അച്യുതാനന്ദൻ മടങ്ങുകയാണ്. അവർ ഇനി അതായത് സ്വന്തം കൂട്ടുകാരുടെ അടുത്തേക്ക് മടങ്ങുകയാണ്. ഒരുപക്ഷെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊന്നും വിശ്വസിച്ചിരുന്ന ഒരാളല്ല VS അച്യുതാനന്ദൻ. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരി ആഴിക്കുട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അണ്ണന് ചെറിയ പ്രായത്തിൽ നല്ല ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, സ്ഥിരമായി പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അമ്മ 4ാമത്തെ വയസ്സിൽ മരിച്ചു, വസൂരി വന്ന് മരിച്ചു. അതിനുശേഷം ചെറിയ പ്രായത്തിൽ അച്ഛനും മരിച്ചു. അച്ഛന് രോഗമായപ്പോൾ അച്ഛന്റെ രോഗം മാറ്റണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന അണ്ണനെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും ചെറിയ പ്രായത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും VS ഈശ്വര വിശ്വാസം, ദൈവചിന്ത, പ്രാർത്ഥന എന്നുള്ളത് നിർത്തിക്കളഞ്ഞു. അതിനുശേഷമാണ് VS അച്യുതാനന്ദൻ തൊഴിലാളിയായി മാറുന്നതും തയ്യൽ തൊഴിലാളിയായി മാറുന്നതും കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കുന്നതിന് P. കൃഷ്ണപിള്ള നിയോഗിച്ച് അങ്ങനെ കുട്ടനാട്ടിന്റെ മണ്ണിലേക്ക് പോകുന്നതും എല്ലാം VS അച്യുതാനന്ദൻ അങ്ങനെയാണ് പോകുന്നതും പിന്നീട് ചരിത്രമായി മാറുന്നതും.